കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. പറഞ്ഞുറപ്പിച്ച സ്ത്രീധന തുകയും കൊണ്ട് കയറി ചെന്നിരുന്നെങ്കിലും, മുക്കുപണ്ടം കൊടുത്ത് കബളിപ്പിക്കാതിരുന്നെങ്കിലും എനിക്ക് ആ ദുർവിധി ഉണ്ടാകില്ലായിരുന്നു. അതുകൊണ്ട് അവകാശം ഉണ്ടെങ്കിൽ അത് ചോദിച്ചിരിക്കുന്നു പറഞ്ഞേക്ക് ശാന്തേച്ചി. ശാരദാമ്മേ, പോട്ടെ ശാരദാമ്മേ. എങ്ങനെ വളർത്തിയാന്നറിയോ ശാന്തേ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ? കരയാതെ ശാരദാമ്മേ. സാരമില്ല, ശാന്ത പൊയ്ക്കോ പൊയ്ക്കോ. എന്തു പറ്റി? ഏയ് ഒന്നുമില്ല. അതല്ല, എന്തോ ഉണ്ട്. പുറത്തു പോയിട്ട് വന്നതിന് ശേഷം ആകെ ഒരു മൂഡ് ഔട്ട്. പറയേ, നമുക്കിടയിൽ എന്തൊളിക്കാനാ? ഞാന് പ്രീതിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വിഷ്ണുട്ട് വരൂ. ഇരിക്കണം വിഷ്ണുട്ട. വിഷ്ണുവിന് കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട. ചിത്രേ, അല്ല, അവരാരെയും വിളിക്കണ്ട. സാരല്ല വിഷ്ണുട്ട. എന്താ പ്രീതി? ഒരു ഗസ്റ്റ് ഉണ്ട്. നീ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. അല്ല, വിഷ്ണുവിന്റെ എന്താ വിശേഷിച്ച്? എനിക്ക് കുറച്ച് നിന്നോട് സംസാരിക്കേണ്ടായിരുന്നു. സംസാരിച്ചോളൂ. മോള് നീ എന്താ ഇങ്ങനെ ഒരു അപരിചിതനോട് സംസാരിക്കുന്ന പോലെ? പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണമെന്ന് വിഷ്ണുവായിട്ട് പറഞ്ഞു തരണം. മോളെ, ഞാൻ
കുടിക്ക്. വിഷ്ണുവേട്ട സംസാരിച്ചോളൂ. ഇവരെ ഒളിച്ച് ഞാനൊന്നും ചെയ്യാറില്ല. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് ഖേദമുണ്ട്. വസുമതി അമ്മയുടെ തലപൊട്ടിയ കാര്യമല്ലേ? ആ കേസിൽ പരാതിക്കാരി ഞാനല്ല, വസുമതി അമ്മയാ. അമ്മ പുറത്തു പോയിരിക്കുക. തിരിച്ചു വരുമ്പോ ഞാൻ വിഷ്ണുവേട്ടന്റെ ഖേദം അറിയിക്കാം. രണ്ടാമത് അമ്മയുടെ കാര്യ. അമ്മയോ? ഏതമ്മ? എടി നീ. ഓ, വിഷ്ണുവിനെ ഉദ്ദേശിച്ചത് പോലീസിൽ ഞാൻ നൽകിയ പരാതിയുടെ കാര്യമാണോ? പോലീസ് സത്യാവസ്ഥ അന്വേഷിക്കുകയല്ലേ? കൂട്ടത്തിൽ വിഷ്ണുവേട്ടന്റെ ഭാര്യ എന്തൊക്കെയോ തെളിവ് ശേഖരിക്കുന്നെന്നും പറയുന്നു. അവരൊക്കെ കൂടി അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. പോലീസ് അന്വേഷിക്കുക, കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷ വിധിക്കുക ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞത് നമ്മുടെ അമ്മയെ പറ്റിട്ടാ. നീ തള്ളി പറഞ്ഞ് പടിയിറങ്ങി പോയപ്പോ നെഞ്ചു പൊട്ടി വീണതാ നമ്മുടെ അമ്മ. അറിയോ? ആ കാര്യം പറഞ്ഞ് നിന്നെ കൂട്ടിക്കൊണ്ടാൻ വേണ്ടി ഇവിടെ വന്നപ്പോഴാ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്. എടി, നിന്നെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ ഈ ശബ്ദം ഒന്ന് കേട്ടിരുന്നെങ്കിലല്ലോ അമ്മയ്ക്ക് വേഗം സുഖമാവുന്ന ഡോക്ടർ പറഞ്ഞത്. പക്ഷെ ഒപ്പം വരെ നീ കൂട്ടാക്കിയില്ലല്ലോ. നീ വരില്ലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. എന്നിട്ട് ഞങ്ങൾ എല്ലാരും കൂടി എന്തൊക്കെ കള്ളം പറഞ്ഞ് പിടിച്ചു നിർത്തിയപ്പോഴാ നിന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അമ്മ കാണുന്നതും നീ അമ്മയ്ക്കെതിരെ പരസ്യമായിട്ടേ ആരോപണങ്ങൾ ഉന്നയിക്കുക. എന്താണ് നിനക്കൊന്നും പറയാനടി? ഞാൻ എന്ത് പറയാനാ? പറയാനുള്ളതെല്ലാം വിഷ്ണുവേട്ടൻ പറഞ്ഞു കഴിഞ്ഞില്ലേ? നിനക്ക് മേലെ ആരുടെങ്കിലും സമ്മർദ്ദമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അല്ലാതെ നീ ഇങ്ങനെയൊന്നും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കില്ല. അത് ആരുടെ ഭാഗത്തുനിന്നാലും നീ എന്നോട് തുറന്നു പറ. ഒരിക്കലും ഇല്ല വിഷ്ണുവേട്ടാ. എടീ, ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കൂടി അങ്ങനെയാന്ന് എന്നോടൊരു കള്ളെങ്കിലും പറയടി. നിന്നെങ്ങനെ കാണാൻ ഏട്ടന് ഇഷ്ടമില്ലാത്തോണ്ടാ. ഇല്ലാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനായിട്ടാ? എന്നെ കാണാഞ്ഞ്, എന്റെ ശബ്ദം കേൾക്കാഞ്ഞ് അമ്മയുടെ നെഞ്ചു തകരുന്ന കാര്യം ഏട്ടൻ പറഞ്ഞല്ലോ. ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നൊരു സമാധാനമെങ്കിലും ഉണ്ട് അമ്മയ്ക്ക്. അപ്പോ ഒരുപാട് കേൾക്കാൻ ആഗ്രഹിച്ചിട്ട് ഒരു വട്ടം പോലും അമ്മ എന്നുള്ളൊരു കുഞ്ഞിന്റെ വിളി കേൾക്കാതെ പോയ എന്റെ അവസ്ഥ എന്താവും വിഷ്ണുവേട്ടാ? അവൻ എവിടെയാ ഉള്ളത്? ഭൂമിയിലോ, ആകാശത്തോ, അതോ പാതാളത്തിലോ? വിഷ്ണുവേട്ട പറ, അത് ചെയ്ത സ്ത്രീയോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും വിഷ്ണുവേട്ട? അതും ഒരമ്മ. വിഷ്ണുവേട്ട ചായ കുടിക്കേ. നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ നമ്മുടെ അമ്മയാണത്? വിഷ്ണുവേട്ട പ്ലീസ്, ഇറങ്ങിപ്പോവാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞാൻ പൊക്കോളാം. വിഷ്ണുവേട്ട, ആ സ്ത്രീയുടെ കാര്യം പറഞ്ഞ് മേലാൽ ഇനി ഈ പടി കയറരുത്.
മിടുക്കി. ഇനി കരയാൻ പാടില്ല നീ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. നെഞ്ചിങ്ങനെ പൊട്ടുന്ന പോലെ തോന്നുന്നു. നമ്മള് കാണുന്നതും കേൾക്കുന്നതും ഒന്നും ചിലപ്പോ സത്യമാണെന്നില്ല. ചിലപ്പോ സംശയിക്കുന്നത് പോലെ തന്നെ ആരുടെയെങ്കിലും ഭീഷണിയുടെയോ സ്വാധീനത്തിന്റെയോ നിഴലിലാവും പ്രീതി. എങ്കിൽ അവൾക്ക് അതെന്നോട് തുറന്നു പറഞ്ഞൂടെ? ഞാൻ എത്ര വട്ടം ഞാൻ അവളോട് ആവർത്തിച്ച് ചോദിച്ചാന്നറിയോ? ചിലപ്പോ ചില സാഹചര്യങ്ങളില് എല്ലാം തുറന്നു പറയാൻ സാധിക്കണമെന്നില്ല. അത് ആ വീട്ടിലെ പ്രീതിക്ക് ചുറ്റും ഒരു കാന്തിക വലയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവളെ ഭയപ്പെടുത്തുകയോ ഭീഷണിപ്പെടുത്തുകയോ ചിലപ്പോ ആകർഷിക്കുകയോ ചെയ്യുന്ന എന്തോ ഒരു കാന്തിക വലയം. ഒരുപക്ഷെ ആ വീടിന് പുറത്തെത്തിയ അത് പൊട്ടിത്തകരുമെന്ന് പ്രീതി ഭയപ്പെടുന്നുണ്ടാവും. എന്താ ഇപ്പോഴും എനിക്കതിന് കൃത്യമായൊരു ഉത്തരവില്ല. ഒരുപക്ഷെ വസുമതി ആന്റിയോ ചിത്രയോ ആവാം. ഒരുപക്ഷെ അത് അർജുനേട്ടൻ വേണമെങ്കിലോ ആവാം. നമുക്ക് കൃത്യമായൊരു ചിത്രം കിട്ടണമെങ്കിൽ പ്രീതിയെ ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഇവിടെ എത്തിക്കണം. അവള് വരില്ല ശാലിനി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ശാലിനി കുഞ്ഞ്, ഒരു കാര്യമുണ്ട്, ഒന്ന് വരാവോ? എന്താ പൊന്നി? ഇത് എന്താ ഇത്? ശാലിനി. ആ അതെ, ശാലിനിയാ. കീറിക്കളഞ്ഞോ തന്നെ? അതെ, എന്തെങ്കിലും കാര്യം ഉണ്ടായിരിക്കുമെന്ന് കരുതി ഞാൻ പെറുക്കിയെടുത്തോണ്ട് വന്നതാ. അവൾ അങ്ങനെ കീറി കളയണമെങ്കിൽ ഉറപ്പായിട്ട് അതിലെന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും ശാലിനി. എന്താ? സിവിൽ സർവീസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറിയിപ്പാ. ഒഫീഷ്യൽ ലെറ്റർ. എന്റെ സ്വപ്നത്തിലേക്കുള്ള ചവിട്ടുപടി. അത് അവള് കേറിക്കളഞ്ഞ. അവൾ എവിടെയുണ്ട്? ആ സുസ്മിത താഴെയുണ്ട്. താ വന്നേ. ശാലിനി IAS.
അങ്ങനെ അവളുടെ ആ സ്വപ്നം പൊട്ടി. അതും എൻ്റെ ഈ കൈകൊണ്ട്. ഇതിനേക്കാൾ എന്ത് വലിയ വിജയമാടി എനിക്ക് നിന്റെ മേൽ വേണ്ടത്. സുസ്മിത, എന്താ പ്രശ്നം? എന്താ? നിന്നെ ഒന്ന് പൂവിട്ട് പൂജിക്കിറങ്ങിയതാടി. എന്താടി ഇത്? ഇതെങ്ങനെ? എടി നിന്നോടാ ചോദിച്ചത് എന്താത്? വിഷ്ണുവേട്ടൻ ഓരോ കടലാസ് കഷ്ണവും പൊക്കി പിടിച്ച് അതെന്താന്ന് ചോദിച്ചാ ഞാനെന്ത് മറുപടി പറയാനാ? വിഷ്ണുട്ടാ വിട്, തുടരുതവളെ, കൈ നോറും. നീലടി ശാലിനിക്ക് സിവിൽ സർവീസിനുള്ള ഇന്റർവ്യൂ ലെറ്റർ ഒപ്പിട്ട് വാങ്ങിച്ചത്. എന്ത്? ഞാനോ? ഞാനങ്ങനൊന്നും. അതെ, ഞാൻ കണ്ടതാ. ഞാഞ്ഞൂലിനും ശൗര്യോ? ഇനി പറയടി, നീ ഒപ്പിട്ട് വാങ്ങിച്ചില്ലേ? ഒപ്പിട്ട് വാങ്ങിന്നുള്ള സത്യ. പക്ഷെ അത് സിവിൽ സർവീസ് ഇന്റർവ്യൂവിനുള്ള ലെറ്റർ ആണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പച്ച കള്ളവാ സാറേ. ഈ കുഞ്ഞ് കവർ പൊട്ടിച്ച് വായിക്കുന്നതും പിന്നെ അത് കീറിക്കളയുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഓ, അതോ വിളി കണ്ടോ? ഇനി എന്തെങ്കിലും പറയോണ്ടടി? ദേ, ആവശ്യമില്ലാത്ത കാര്യത്തിന് എന്നെ വിചാരണ ചെയ്യാനും ക്രൂശിക്കാനും തുടങ്ങിയാലുണ്ടല്ലോ, ഞാൻ ആന്റിയോട് പറഞ്ഞു കൊടുക്കും. നീ ഇപ്പൊ ചെയ്ത് ഈ ചെറ്റത്തരത്തിലുണ്ടല്ലോ, നിന്റെ തല മുട്ടയടിച്ച് പുള്ളി കുത്തി കഴുതപ്പുറത്തിരുത്തി ചമ്മട്ടി കൊണ്ടടിച്ച് നാട് കടത്തണതാ. ഞാനത് ചെയ്യാത്തതേ നിന്റെ ആന്റിയെ പേടിച്ചിട്ടൊന്നുമല്ല. എന്റെ ഭാര്യ ശാലിനി ജില്ലാ കളക്ടറിന്റെ ബോർഡ് വെച്ച കാറിലെ ഈ മുറ്റത്ത് വന്ന് ഇറങ്ങുമ്പോ അത് കാണാൻ നീ ഇവിടെ ഉണ്ടാവണം. ശാലിനി ആരാന്നേ അന്നേ കാലണയുടെ മൂല്യമില്ലാത്ത നിനക്ക് മനസ്സിലാവൂടി. നീ കുറിച്ചു വെച്ചോ അത്. ഇനിയുള്ള വിഷ്ണുവിന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, എന്റെ ശാലിനി ഒരു IAS കാരിയാക്ക. എടി, ഒരു കടലാസ് കഷ്ണം കീറിയണോന്ന് നിനക്കത് തടയാനാവില്ലടി സുസ്മിത. പിന്നെ ഇതൊരു മുന്നറിയിപ്പ് മാത്രോ കേട്ടല്ലോ. മേലിൽ ശാലിനിയുടെ വഴിക്ക് നീ വന്നാലുള്ള ശിക്ഷ ഭീകരമായിരിക്കും. മനസ്സിലായി? വിഷ്ണുട്ടാ വേണ്ട, വന്നേ. ഇവളോട് പറയുന്നതിലും ഭേദം വല്ല കഴുതയോടും പറയുന്നതാ. വിഷ്ണുട്ടാ വേണ്ടെന്നറിയോ? നിക്കടി അവിടെ. ഞാൻ ഇവിടെ പലതും ചെയ്തെന്നിരിക്കും. ശാലിനിക്ക് വരുന്ന ഇന്റർവ്യൂ ലെറ്റർ പൊട്ടിക്കോ കീറിക്കളയോ ചെയ്യും. അതല്ലെങ്കിൽ കത്തിച്ചു കളയും. ചിലപ്പോഴേ ഈ വീടടക്കം കത്തിച്ചെന്നിരിക്കും. അത് കണ്ടു കേട്ടു എന്ന് ഓരോ കാതിച്ചെന്ന് പറയാൻ നിന്നാലുണ്ടല്ലോ, പിന്നെ ഞാൻ വലിച്ചു കീറുന്ന നിന്നെ ആയിരിക്കും. എന്നോടൊരു പട്ടിയും ചോദിക്കാൻ വരില്ല. ഓർത്തോ നീ? നമ്മുടെ രണ്ടാളുടെ സ്ഥാനം എന്താണെന്ന് അറിഞ്ഞുള്ള കളി മാത്രം മതി. പൊയ്ക്കോ. എന്താടി? കുഞ്ഞെന്നെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. നമ്മളെ രണ്ടാളിന്റെ സ്ഥാനം എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഈ വീടിനെ ആശ്രയിച്ച് കഴിയുന്നവരാ നമ്മൾ രണ്ടാളും. ഞാൻ ജോലി ചെയ്തിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോ കുഞ്ഞൊരു ജോലിയും ചെയ്യാതെ ഇരുന്നുണ്ണുന്നു. എനിക്ക് ഇവിടുന്ന് പോയാ വേറെ എവിടെയും ജോലി കിട്ടും. പക്ഷേ കുഞ്ഞിവിടുന്ന് പോയാ ഇപ്പൊ ഇവിടെ ചെയ്യുന്ന ജോലിക്ക് കൂലിയായിട്ട് ആഹാരമല്ല അടിയാ കിട്ടുക. എന്തു പറഞ്ഞടി? വേണ്ട, അടങ്ങി നിൽക്കു കുഞ്ഞെ. ശാലിനി കുഞ്ഞിന്റെ ഇന്റർവ്യൂ ലെറ്റർ കീറിക്കളഞ്ഞതിന്റെ തരിപ്പിലാ വിഷ്ണു സാറിന്റെ കയ്യ്. ഇതും കൂടി അറിഞ്ഞാ ആ തരിപ്പ് ഈ കവിളത്ത് തീർത്തെന്നിരിക്കും. നമുക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴുണ്ടാകുന്ന ചൊറിച്ചിലിന്റെ പേര് അസൂയ എന്ന കുഞ്ഞെ. മനുഷ്യനായാലേ അല്പമെങ്കിലും നാണം വേണം. കഷ്ടം. എടി